ബി.ജെ.പിക്ക് മുന്നിൽ രണ്ട് സംസ്ഥാനങ്ങളാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. ഒന്നൊരു കാലത്ത് ബി.ജെ.പിയുടെ പോഷക ഘടകമായിരുന്ന ഉത്തർപ്രദേശും, രണ്ട് മഹാരാഷ്ട്രയുമാണ്. രണ്ടിടത്തും പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ അതിശക്തമാവുകയാണ്. മഹാരാഷ്ട്രയിലെയും എൻ.ഡി.എ സഖ്യത്തിന്റെ കപ്പൽ ആടിയുലയുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ വന്നത് യു.പിയിൽ യോഗി രാജിവെക്കണമെന്ന് ഉപമുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്ന വാർത്തയാണ്. ഇത് രണ്ടും ബി.ജെ.പിയെ ഞെട്ടിച്ചു കളഞ്ഞു. പ്രതിപക്ഷ ആക്രമണങ്ങൾ പോരാഞ്ഞിട്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും മോദിക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. ഇതിന്റെ ഇടയിൽ RSSന്റെ പിണക്കവും രാജ്യസഭയിലെ ഭൂരിപക്ഷം നിലനിർത്താൻ ചന്ദ്രബാബു നായിഡുവിനെയും കടന്ന് ജഗന്റെ കൂട്ടുപിടിക്കണം എന്നുള്ളതും ബി.ജെ.പിയിൽ വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിലെ പ്രതിസന്ധിയും മറനീക്കി പുറത്തേക്ക് വന്നത്. അജിത് പവാർ പക്ഷം NCPയുമായുള്ള ബി.ജെ.പി കൂട്ടുകെട്ടിനെതിരെ RSS ബന്ധമുള്ള മറാത്തി ആഴ്ചപ്പതിപ്പ് വിവേക് രംഗത്തെത്തിയതാണ് സഖ്യത്തിലെ മുറുമുറുപ്പിന് കാരണം. പാർട്ടി സഖ് അനുഭാവമുള്ള 200ഓളം പേരുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ അജിത് പവാറുമായുള്ള കൂട്ടുകെട്ട് ഭാവിയിലും ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഇത്തവണ മഹായുതി സഖ്യം നേരിട്ട തിരിച്ചടിക്ക് ഇതും പ്രധാന കാരണമായി എന്നും കുറ്റപ്പെടുത്തുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ, ശരത് പവാർ കോൺഗ്രസ് കൂട്ടുകെട്ടിലുള്ള മഹാവികാസ് അഘാഡി സഖ്യം 30 സീറ്റുകൾ നേടിയപ്പോൾ ബി.ജെ.പി വിജയിച്ചത് വെറും 9 സീറ്റിൽ മാത്രമായിരുന്നു. ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 7 സീറ്റിലും അജിത് പവാറിന്റെ NCP 1 സീറ്റിലും വിജയിച്ചു കയറി. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് ഊർജം പകരുന്നതായിരുന്നു ഫലം. സമാനവുമായിരുന്നു ഉത്തർപ്രദേശിലെയും കാര്യം. 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ഭൂരിഭാഗം സീറ്റുകളും കയ്യിലുണ്ടായിരുന്ന ബി.ജെ.പിക്ക് ഇത്തവണ കിട്ടിയത് പകുതിയിൽ താഴെ സീറ്റുകൾ മാത്രം. സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായ കുറവ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തലയിൽ വെച്ചുകെട്ടാനുള്ള തിടുക്കത്തിലായിരുന്നു ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. NCP കൂട്ടുകെട്ടിനെ രാഷ്ട്രീയ മണ്ടത്തരം എന്ന് RSS വിശേഷിപ്പിച്ചുവെങ്കിൽ യോഗിയുടെ അമിത ആത്മവിശ്വാസം തോൽവിക്ക് കാരണമായി എന്ന അനുമാനത്തിൽ ഉത്തർപ്രദേശുമെത്തി. അതിനൊപ്പം തന്നെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ പഴയ NCPയിലേക്ക് തിരിച്ചെത്തേക്കും എന്ന സൂചന കൂടി വന്നതോടെ ഇതുവരെ ആളുകളെ ചേർക്കാൻ ശ്രദ്ധ കൊടുത്തിരുന്ന ബി.ജെ.പി ഉള്ളവരെ ഒരുമിച്ച് നിലനിർത്താനുള്ള പെടാപ്പാടിലാണ്. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കായി മുഖം മിനുക്കൽ നടപടികൾ ആരംഭിച്ച ബി.ജെ.പി ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒരുപോലെ വെള്ളം കുടിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പിലെ തോൽവി കൂടിയായപ്പോൾ ബി.ജെ.പിക്ക് ഇനി തിരിച്ചടികൾ താങ്ങാനുള്ള ശക്തി ഇല്ലാതായി. ഇനിയും ഒരു തിരിച്ചടി കിട്ടിയാൽ പാർട്ടി പിളർന്ന് ഭരണം 2 തട്ടിലാകും.